ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഭൂവിക്ക് പൂജപ്പുര അമ്പലത്തിൽ, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ പൂജപ്പുര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് ഡാൻസ് ഉണ്ട്. അപ്പോൾ ഭൂവിയുടെ ഒരു മേക്ക് ഓവർ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മഹേഷ് ഏട്ടൻ. അപ്പോൾ ഇനി ഞാൻ ചെന്നപ്പോഴത്തേക്കും അവൾക്ക് ഓൾറെഡി ഒരു ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിരുന്നു കേട്ടോ. ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് ചെന്നത്. അമ്മയായിരുന്നു അതുവരെ കൂടിയിരുന്നത്. അപ്പോൾ ഭൂവിയുടെ ടേണാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. യെസ്, ഭൂവിയുടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ എന്തോ ടച്ചപ്പൊക്കെ ചെയ്തേക്കാണ്. അപ്പോൾ എന്തായാലും എന്തോ അടങ്ങിയൊക്കെ ഇരുന്നു. മറ്റേ ഞാനാണ് ഇവളെ ഒരുക്കുന്നതെങ്കിൽ അവൾ പല ആക്ഷനും കാണിച്ച് നമ്മുടെ ടൈം മാക്സിമം അവൾ കൊണ്ടുപോകും. പക്ഷേ ഇന്നെന്തോ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്നു. പിന്നെ ഇതുപോലൊക്കെ മേക്കപ്പ് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ് ബാമൊക്കെ നമ്മൾ കാണാതെ ചെന്ന് എടുത്തിടുകയും ഒരുങ്ങാനൊക്കെ അത്യാവശ്യം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ പുള്ളിക്കാരിയും ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ടായിരിക്കും അനങ്ങാതൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. ഇതുവരെ ഞാൻ ഇവൾക്ക് പൗഡർ അല്ലാത്ത സത്യം പറഞ്ഞാൽ ഒന്നും മുഖത്തിട്ട് കൊടുക്കാറില്ലായിരുന്നു. പിന്നെ സ്കിന്നിലൊക്കെ പിന്നെ നമ്മുടെ ഈ ഹിമാലയയുടെ ക്രീം ഉണ്ടല്ലോ, ബേബി ക്രീം, അതിപ്പോഴും ഇട്ട് കൊടുക്കും. അല്ലാതെ ഒന്നും ഞാൻ മുഖത്ത് അവൾക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതുപോലെ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഫസ്റ്റ് സ്റ്റെപ്പല്ല, പിരികെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്ക് ആദ്യമായിട്ട് മേക്കപ്പൊക്കെ ഇടുന്നവരാണെങ്കിൽ ഇത് റിമൂവ് ചെയ്യാൻ നമ്മൾ ആദ്യമേ ഡയറക്റ്റ് വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ആവത്തില്ല കേട്ടോ. അപ്പം അവിടെ ഇരുന്ന് അവർ പറയുന്നുണ്ടായിരുന്നു, വെളിച്ചെണ്ണ തേച്ചാലേ ഇത് മൊത്തത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ, മക്കളെ ആദ്യമായിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ, ഞാനൊരു ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് വേണം ഇത് മൊത്തം ലാസ്റ്റ് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിക്കാണ്. ഞങ്ങൾ ഇവിടെ 2:30 ആയപ്പോഴേ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. കാര്യം ഒരുപാട് പേരെ മേക്കപ്പ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ അവർ ഓരോരുത്തരെ വിളിച്ച്, അതുമല്ല ഇത് ഒരൊറ്റ പ്രോസസ്സല്ല. ആദ്യമേ മുഖത്ത് മേക്കപ്പ് ഇടും, അതിനുശേഷം മുടി കെട്ടും, പിന്നെയാണ് ഡ്രസ്സിങ്ങൊക്കെ. അപ്പോൾ ഇത്രയും കുട്ടികളെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ടൈം ആവും. അതുകൊണ്ട് നമ്മളൊരു കുറേ നേരത്തെ തന്നെ കുട്ടികളെ ഒരുക്കാനായിട്ട് ഇവിടെ കൊണ്ടുവരും. പിന്നെ ഉത്സവമൊക്കെ ആയതുകൊണ്ട് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കും. അപ്പോൾ ഇതുവരെ ഞാൻ ടീച്ചറിനെ കാണിച്ചിട്ടില്ലല്ലോ. ഇതാണ് ഭൂവിയുടെ ഡാൻസ് ടീച്ചർ. അപ്പോൾ ശ്രുതി ചേച്ചി വന്ന് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് ചേച്ചി വീട്ടിലോട്ട് പോവുകയാണ്. പിന്നീട് വൈകിട്ട് ബാക്കി അറേഞ്ച്മെൻറ്റ്സൊക്കെ ആയിട്ട് ചേച്ചി വരും. അപ്പോൾ ഇത് ഭൂവിയുടെ ഫേസ് മേക്ക് ഓവർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി മുടി സെറ്റ് ചെയ്യുന്നതിലേക്ക് പോവുകയാണ്. ഇതായിരുന്നു ഏറ്റവും റിസ്ക്കുള്ള ഭാഗം കേട്ടോ. കാര്യം മൂക്ക് മുടിക്ക് ഒട്ടും നീളമില്ലായിരുന്നു. ഇതുവരെ നമ്മളങ്ങനെ വളർത്തിയിട്ടില്ല. എനിക്കും ചേട്ടനും മാക്സിമം ഇവൾ മുടി ഷോർട്ടാക്കി ഇടുന്നതിനോടാണ് താല്പര്യം. അതുകൊണ്ട് ഞങ്ങൾ വളർത്തിയില്ല. അപ്പോൾ വട കെട്ടാൻ ഒത്തിരി ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അതെങ്ങനെയൊക്കെയോ ആ ചേട്ടൻ ചരടൊക്കെ വെച്ച് കെട്ടി. സത്യം പറഞ്ഞാൽ ഏറ്റവും ടാസ്ക് ഇവളുടെ മുടി കെട്ടുന്നതിലായിരുന്നു, എല്ലാ പിള്ളേരെയും വെച്ചിട്ട്. കാര്യം എല്ലാ കുട്ടികൾക്കും അത്യാവശ്യം മുടി ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ ചരടൊക്കെ വെച്ച് കെട്ടി അവസാനം നെറ്റ് ഇടേണ്ടി വന്നു കേട്ടോ. കാര്യം നമുക്ക് ഈ സ്ലൈഡ് കുത്തി അത് നിൽക്കില്ല, വടയിൽ അത് നിൽക്കില്ല. അതുകൊണ്ട് അവസാനം അവർ നെറ്റൊക്കെ യൂസ് ചെയ്ത് പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, ഇവള് അടങ്ങി ഒതുങ്ങി ഇരിക്കത്തില്ലല്ലോ. അപ്പം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കിടന്ന് തലയിട്ടാക്കിയാൽ ഇളകി വീഴുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഭാഗ്യത്തിന് എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല. ഇത്രയും മേക്കപ്പിൻ്റെ ഇടയ്ക്ക് ആകപ്പാടെ ചിരിച്ച് കണ്ടത് ഇതേ ഈ കമ്മലിട്ടപ്പോഴായിരുന്നു. സ്ഥിരം ഇപ്പോൾ എന്നോട് അടുത്ത സമയങ്ങളിലായിട്ട് പറയുന്നൊരു കാര്യമാണ്, അമ്മേ എനിക്ക് കുത്ത് കമ്മൽ മാറ്റിയിട്ട് വലിയ കമ്മലിട്ട് തരുമെന്ന്. അപ്പം ഞാൻ പറയുമായിരുന്നു, മോളെ കാത് ചെറുതല്ലേ, മോൾക്ക് അത് ഇടാനായിട്ട് പറ്റത്തില്ലെന്ന്. പക്ഷേ എന്തോ ഈ വലിയ കമ്മലിട്ടപ്പോഴത്തേക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാതെ തന്നെ കാതൊക്കെ ഇട്ട് ആട്ടി അവളുടെ ആ സന്തോഷം അവൾ പ്രകടമാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് നെറ്റിയിലെന്തോ കിരീടം പോലത്തെ എന്തോ സംഭവമൊക്കെ വെച്ച് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ, കാതാട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവസാനം ഡ്രസ്സിലും ഇത് ഉണ്ടായിരുന്നു. കാര്യം ഇവൾ ഏറ്റവും ചെറുതായതുകൊണ്ട് ഡ്രസ്സ് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് അല്ലായിരുന്നു. പിന്നെ ചേച്ചി എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത്, പിന്നെ ഈ ചേട്ടനും ഡ്രസ്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് അത് ഉടുപ്പിച്ച് കൊടുത്തു. എങ്ങനെയൊക്കെയോ സെറ്റാക്കി വെച്ചു ഈ കുരുട്ടിനെ.
വേണ്ട നമ്മുടെ കുഞ്ഞ് ഡാൻസേഴ്സ് എല്ലാം ലാസ്റ്റ് സ്റ്റെപ്പായ ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്. ഇതെല്ലാം പല പല ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സാണ് കേട്ടോ. എല്ലാവരും ഓരോരോ ടൈപ്പ് ഡാൻസിനാണ്. എല്ലാവരും നല്ല സുന്ദരികളായിട്ട് നിൽപ്പുണ്ട്. ദേണ്ട നിൽക്കുന്ന നമ്മുടെ കുഞ്ഞിപ്പൂവി, കുഞ്ഞിപ്പൂവിയുടെ കൂടെയുള്ള കുഞ്ഞുങ്ങളും അവിടെയുണ്ട്. എൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് പൊട്ടിന് ചുറ്റും 3 കുത്തും പിന്നെ മുക്കുത്തിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. മുക്കുത്തിയും വെച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ് പുള്ളിക്കാരിക്ക്. പിന്നെ അവിടുന്ന് മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ അമ്പലത്തിലേക്ക് ഇനി പോവുകയാണ്. ഭൂവി ഞങ്ങളുടെ കൈവിട്ട് ഡാൻസ് ട്രൂപ്പിൻ്റെ കൂടെ അങ്ങ് പോയി. അപ്പോൾ ഞങ്ങളിനി അങ്ങോട്ട് സ്റ്റേജിലോട്ട് ചെന്നിരിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ചെന്നിരുന്നപ്പോഴത്തേക്ക് അത്യാവശ്യം അവിടെ ആളുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, കാര്യം ലോങ്ങായി പോവും വീഡിയോ. പിന്നെ കുറച്ച് ഫോട്ടോസ് നമ്മളവിടെ എടുത്തിരുന്നു. അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.